റോഷ്നീസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഈ വാഴക്കൂമ്പ് വെച്ചുള്ള ഒരു കട്ട്ലറ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കട്ട്ലറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വാഴക്കൂമ്പ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ഇടത്തറി ചെറിയ വാഴക്കൂമ്പ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കട്ട്ലറ്റായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് നല്ലതുപോലെ ചൂടാകുമ്പം ഒരു വലിയ സവാള, എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു വലിയ സവാള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു വലിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് വഴറ്റാം. സവാള ഒത്തിരി അങ്ങ് വഴന്ന് വരരുത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത് 1 ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്കിടാം. ഇത് കട്ട്ലറ്റിനായതുകൊണ്ട് ഒത്തിരി വഴന്നങ്ങ് ബ്രൗൺ കളറൊന്നും ആകണ്ട. കട്ട്ലറ്റ് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളത് കൊണ്ട് ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതാവശ്യത്തിന് വഴന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇടുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കുക. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വാഴക്കൂമ്പ് ഇടുക. നമുക്ക് ആ വാഴക്കൂമ്പൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് ഉപ്പിനകത്തൊന്ന് വഴന്ന് ഒന്ന് വേകണം. നമുക്കിതൊന്ന് വഴലാനായിട്ട് വെക്കാം. ആവശ്യത്തിനിത് വഴന്ന് വെന്ത് എല്ലാം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചത് ഇതിലേക്ക് ചേർക്കുക. ഈ സമയത്ത് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വേണം. നല്ലതുപോലെ എല്ലാം കൂടെ യോജിപ്പിക്കുക. നമ്മുടെ മറ്റേ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് തന്നെ എല്ലാം നല്ലതുപോലെ യോജിപ്പിക്കുക. ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ലപോലെ അതെല്ലാം കട്ട്ലറ്റിൻ്റെ പരുവത്തിൽ എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു സ്വല്പം മല്ലിയിലയും കൂടെ ചേർത്തു നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴയ്ക്കുക. ഇതിനി കട്ട്ലറ്റിൻ്റെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഉരുട്ടിയെടുക്കാം. എന്നിട്ട്
ഈ മുട്ടയിൽ മുക്കി നമ്മൾ ഈ റൊട്ടിപ്പൊടിയും മുക്കി നമുക്ക് വറക്കാനായിട്ട് എടുക്കാം. വേണ്ട ഈ പരുവത്തിൽ ഞാൻ എടുത്തു. ഇത് ഈ മുട്ടയിൽ നല്ലപോലെ മുക്കിയിട്ട് ഈ റൊട്ടിപ്പൊടിയിൽ നല്ലതുപോലെ രണ്ട് സൈഡും നല്ലതായിട്ട് കവർ ചെയ്യത്തക്ക വിധത്തിൽ എടുക്കുക. കൊമ്പിൻ്റെ കട്ട്ലറ്റ് ഞാൻ എല്ലാം ഒരു 2 മുട്ട അടിച്ച് അതിനകത്ത് റൊട്ടിപ്പൊടി വേറെ എടുത്ത് ഈ കട്ട്ലറ്റ് ഈ ഷേപ്പിലെടുത്ത് നമ്മളിതെല്ലാം ഉണ്ടാക്കിയെടുത്തു. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കുന്നത് വേണം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് നമുക്ക് വറക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ എണ്ണ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് കട്ട്ലറ്റ് ഓരോന്ന് വറുത്തെടുക്കാം. ഭയങ്കര തീ വേണ്ട. ഒരു സൈഡ് ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ആവശ്യത്തിന് നല്ല ബ്രൗൺ കളറായി നമുക്കിത് കോരിയെടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഒരു കട്ട്ലറ്റാണിത്, വാഴക്കൂമ്പ് കട്ട്ലറ്റ്. അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ ഈ സമയത്ത് കുറച്ച് കൊടുക്കണം, കാരണം അകവും കൂടെ ഒന്ന് വേകണമല്ലോ. നമ്മൾ വെന്തെടുത്തതാണെങ്കിലും അകവും കൂടെ വേകണമല്ലോ. അങ്ങനെ ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുത്തു.